ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. സംസ്ഥാനങ്ങളിലെ ഭരണ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരുമല ആശുപത്രിയുടെ 2 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ആധുനിക ചികിത്സാ സമ്പ്രദായത്തോട് ബന്ധപ്പെട്ട് സമസ്ത മേഖലകളിലും, ഏതാണ്ട് എല്ലാ മേഖലകളിലും, വൈദ്യശാസ്ത്ര രംഗത്തുള്ള മേഖലകളിൽ നമ്മുടെ അനന്തമായ സാധ്യത, ആ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സാധിക്കണം. ഞാൻ ഗോവയിലെ ടൂറിസത്തിൻ്റെ മന്ത്രിയോട് പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ മന്ത്രിയോട് ഒരിക്കൽ ഞാൻ കണ്ടപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സ്ഥാപനത്തെ, ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ വിത്ത് എ ഡിഫറൻസ് എന്നുള്ള ടൂണിലാണ് അവർ അവതരിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ആദ്യത്തെ കോംപ്രിഹെൻസീവ് ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഇപ്പോൾ ആരംഭിക്കുന്ന ഇന്റർവെൻഷണൽ റേഡിയോളജിയാണ് കാത്തലാബ്. സൂക്ഷ്മമായ അർത്ഥത്തിൽ ചികിത്സ ഏറ്റവും ഫലപ്രദമായി, ഗുണപ്രദമായി, അതായത് ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ രീതിയിൽ സാധ്യമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സുവർണ ജൂബിലി വർഷത്തിൽ പുതുതായി ആരംഭിക്കുന്ന പീഡിയാട്രിക് ഓങ്കോളജി, പാലിയേറ്റീവ് മെഡിസിൻ എന്നീ വിഭാഗങ്ങളുടെ സോഫ്റ്റ് ലോഞ്ച് തിരുവല്ല MLA അഡ്വക്കേറ്റ് മാത്യു T. തോമസ് നിർവഹിച്ചു. നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലിത്ത, കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പോലിത്ത, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് ആമയിൽ, സഭാ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ആശുപത്രി പ്രൊജക്ട് ഡയറക്ടർ വർക്കി ജോൺ, CEO ഫാദർ MC പൗലോസ്, മെഡിക്കൽ സൂപ്രണ്ട് ഷെറിൻ ജോസഫ്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എബിൻ വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് 1.5 ലക്ഷം രൂപയ്ക്ക് ബൈപ്പാസ് സർജറി ചെയ്യുന്ന പ്രത്യേക പദ്ധതിയടക്കം 2 കോടി രൂപയുടെ ചികിത്സാ സഹായ പദ്ധതികളാണ് നിർധനരായ രോഗികൾക്കായി ആശുപത്രി നൽകുന്നത്. വയനാടിന്റെ ദുരിതാശ്വാസത്തിനായി 3 വീടുകൾ നിർമ്മിക്കാനുള്ള 30 ലക്ഷം രൂപ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറി. സർക്കാർ ആശുപത്രികൾക്കും പാലിയേറ്റീവ് സെന്ററുകൾക്കുമായി 50 വീൽചെയറുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരളത്തിലെ വനിതാ കൂട്ടായ്മയായ കുടുംബശ്രീ ആഗോള മാതൃക സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ. സാമൂഹിക പ്രശ്നങ്ങളോട് വ്യക്തമായി പ്രതികരിക്കുന്ന പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്നും മന്ത്രി പറഞ്ഞു. ഇടപെടുന്ന വിഷയങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെന്നും മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാനൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണം വളരെ സമുചിതമായി ആഘോഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് സഹായിക്കുകയും കൺസ്യൂമർ ഫെഡ് വിപണന കേന്ദ്രങ്ങൾ തുറന്ന് ഏതാണ്ട് 30% മുതൽ 60% വരെ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ചു കൊടുക്കുന്ന സ്റ്റോറുകളും വിപണന കേന്ദ്രങ്ങളും സഹായിച്ചു. ആ കൂട്ടത്തിൽ ഏറ്റവും ആശ്വാസം പകർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവരാണ് കുടുംബശ്രീക്കാർ എന്നറിയാം. സംസ്ഥാനത്ത് ഏത് പൊതുപ്രവർത്തന രംഗത്തും കുടുംബശ്രീ ഇറങ്ങി തിരിച്ചാൽ ആ പരിപാടി ഏറ്റവും വിജയകരമായി പര്യവസാനിക്കും എന്ന പൊതുവിൽ എല്ലാവർക്കും അറിയാം. ഏറ്റവും അവസാനം വയനാട് ദുരന്തമെടുത്തപ്പോൾ ആ വയനാട് ദുരന്തത്തിൽ ഈ ജില്ലയിൽ നിന്ന് ഏതാണ്ട് 1.5 കോടി രൂപ സമാഹരിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ കുടുംബശ്രീയാണ്. സംസ്ഥാനം കൊണ്ട് പൊതുവിലെടുക്കുമ്പോൾ 20 കോടിയിൽ പരം രൂപ എത്തിക്കഴിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാരക വിഷാംശമുള്ള കീടനാശിനികൾ തളിച്ച പച്ചക്കറികളാണ് ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നത്. കുടുംബശ്രീ വിൽക്കുന്ന പച്ചക്കറികൾ നമ്മുടെ നാട്ടിലെ സാധാരണ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും മൂല്യമുള്ള, ജൈവപരമായ, ഗുണമേന്മയുള്ള, ന്യായവില മാത്രമുള്ള പച്ചക്കറികളാണ്. ഓണത്തിന് എന്തൊക്കെയാണോ ഓരോ വീട്ടിലേക്കും ആവശ്യമുള്ളത് അതെല്ലാം കുടുംബശ്രീയുടെ കേന്ദ്രങ്ങളിൽ മിതമായ വിലയ്ക്ക് ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് K. ദിവാകർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാംഗങ്ങളായ വിജി ചവറ, VN വിശ്വനാഥൻ, അജിത ഷാജി, ബീന ഷാജി, ഡോക്ടർ S. ബീന തുടങ്ങിയവർ പങ്കെടുത്തു. കൺസ്യൂമർ ഫെഡിന്റെ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. മേളയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം H. സലാം MLA അമ്പലപ്പുഴയിൽ നിർവഹിച്ചു. 105 നമ്പർ സർവീസ് സഹകരണ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് അമ്പലപ്പുഴയിൽ ഓണം വിപണന മേളയുടെ പ്രവർത്തനം.
ഇവിടെ തന്നെ 1500 രൂപയോളം വില വരുന്ന 13 ഇനം നിശ്ചിതമായി തൂക്കം 1 കിലോയും 2-3 അര കിലോയും വെച്ചുള്ള ഒരു കണക്കാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ആ 13 ഇനം അതിൻ്റെ കമ്പോള വില 1500 രൂപയ്ക്ക് മേലെയാണ്. ഇവിടെ കൊടുക്കേണ്ടി വരുന്നത് 950 രൂപയാണ്, 930 രൂപയാണ്. അപ്പോൾ അത്രയും ആ വ്യത്യാസം വരുന്ന പണം സബ്സിഡി ആയിട്ട് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് കേരളമാകെ ഇത്തരം ഓണച്ചന്തകൾ പ്രവർത്തനം സംഘടിപ്പിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പണം ഈ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും കണക്ക് നോക്കിയാൽ കൺസ്യൂമർ ഫെഡ് ഈ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുന്നത് കൂടിയ വിലയ്ക്കാണ്. 930 രൂപയ്ക്ക് ജനങ്ങൾക്ക് നൽകുമ്പോൾ ആ വിലയ്ക്കല്ല കൺസ്യൂമർ ഫെഡ് അതിനൊക്കെ കുറഞ്ഞ വിലയ്ക്കല്ല വാങ്ങിയിട്ടുള്ളത്, അത് കൂടിയ വിലയ്ക്കാണ്. പൊതുവിപണിയിലെ വിലയിൽ നിന്ന് 30% മുതൽ 50% വരെ വിലക്കുറവിൽ 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് മേളയിൽ ലഭ്യമാക്കുന്നത്. പൊതുവിപണിയിൽ 1500 രൂപയിൽ പരം വില വരുന്ന സാധനങ്ങൾ 930 രൂപയ്ക്കാണ് കൺസ്യൂമർ ഫെഡിന് സബ്സിഡി നൽകി സർക്കാർ ലഭ്യമാക്കുന്നതെന്ന് എച്ച് സലാം പറഞ്ഞു. സംഘം അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് എ ഓമനക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. സഹകരണ സംഘം ആലപ്പുഴ ജോയിന്റ് രജിസ്ട്രാർ വി കെ സുബീന, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, അമ്പലപ്പുഴ തെക്ക് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭാ ബാലൻ, എ എസ് സുദർശനൻ, അമ്പലപ്പുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സണായി CPIM അംഗം കൃഷ്ണകുമാരി രാജശേഖരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് കൃഷ്ണകുമാരിക്ക് ഇത് 3ാം ഊഴം. LDF സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാരി രാജശേഖരന് 19 വോട്ടും UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷൈനി ഷാജിക്ക് 14 വോട്ടും ലഭിച്ചു. തെരഞ്ഞെടുപ്പിൽ നിന്ന് 3 BJP അംഗങ്ങളും സ്വതന്ത്ര സ്ഥാനാർത്ഥി ബെന്നി ജോസഫും വിട്ടുനിന്നു. LDFിലെ ധാരണപ്രകാരം സ്വതന്ത്ര അംഗം ബീന ജോബി രാജിവെച്ച ഒഴിവിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. 3 തവണ ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടെന്ന നേട്ടവും കൃഷ്ണകുമാരി സ്വന്തമാക്കി. 3ാം തവണയാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നമ്മുടെ നഗരത്തിന്റെ പൊതുവായ വികസനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നടത്താൻ വേണ്ടി ഉള്ള ഉത്തരവാദിത്തമാണ് എന്നിൽ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ നഗരത്തിന് വികസന രംഗത്ത് ഒട്ടേറെ മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട്. സ്വതന്ത്ര അംഗവും 2 കോൺഗ്രസ് അംഗങ്ങളും കൂറുമാറി LDFിനെ പിന്തുണച്ചതോടെ കഴിഞ്ഞ വർഷം UDFിന് ഭരണം നഷ്ടമാവുകയായിരുന്നു. സ്വതന്ത്ര അംഗമായ ബീന ജോബി LDF പിന്തുണയിൽ പിന്നീട് അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. UDFിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയാണ് അന്ന് LDF ഭരണം പിടിച്ചെടുത്തത്. UDFിലെ 2 അംഗങ്ങളെ LDF പാളയത്തിൽ എത്തിച്ചാണ് അന്ന് അവിശ്വാസത്തിൽ വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം ജോയിന്റ് ഡയറക്ടർ PK അജിത് കുമാർ വർണ്ണാധികാരിയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് കൃഷ്ണകുമാരി രാജശേഖരൻ നഗരസഭാ അധ്യക്ഷയായി സ്ഥാനമേറ്റു. കൃഷ്ണകുമാരി രാജശേഖരൻ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ചങ്ങനാശ്ശേരി നഗരത്തിൽ വൻ ആഹ്ലാദ പ്രകടനമാണ് LDF പ്രവർത്തകർ നടത്തിയത്. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ഉൾപ്പെടെയുള്ളവർ കൃഷ്ണകുമാരി രാജശേഖരനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പുളിങ്കുന്ന് സ്വദേശിയിൽ നിന്ന് പണവും രേഖകളും കൈക്കലാക്കി 14 വർഷമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പുളിങ്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ചന്ദ്രാപ്പള്ളി സ്വദേശി ജയ്മോനാണ് അറസ്റ്റിലായത്. 2010 കേസിനാസ്പദമായ സംഭവം. തൃശൂർ ജില്ലയിൽ ചന്ദ്രാപ്പള്ളി POയിൽ എടത്തുരുത്തി പഞ്ചായത്ത് 7ാം വാർഡിൽ തേവർഘാട്ട് വീട്ടിൽ ജയമോനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിങ്കുന്ന് പോലീസ് ഇൻസ്പെക്ടർ AL യേശുദാസിന്റെ നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടർ ഷിബുമോൻ, സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ കുമാർ എന്നിവർ ചേർന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി കോടതിയിൽ ഹാജരാകാതിരുന്നതിനാൽ LP വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. പ്രതിക്കെതിരെ തൃശൂർ ജില്ലയിൽ പാലപ്പാട് പോലീസ് സ്റ്റേഷനിൽ സമാന രീതിയിലുള്ള കേസ് നിലവിലുള്ളതാണെന്ന് പുളിങ്കുന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ രാമഗിരി കോടതിയിൽ ഹാജരാക്കി. ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S ഗോപകുമാറിനെ പുളിങ്കുന്ന് പോലീസ് മർദ്ദിച്ചെന്ന് ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുട്ടനാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച്. രാമഗിരി കോടതിയിൽ LP കേസിലെ പ്രതിക്ക് ജാമ്യമെടുത്ത് 1ാം നിലയിൽ കോടതിയിൽ നിന്നും സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരുവാൻ തുടങ്ങിയപ്പോൾ പുളിങ്കുന്ന് സ്റ്റേഷനിലെ
പോലീസ് ഉദ്യോഗസ്ഥർ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ ബലമായി പിടിച്ചുകൊണ്ടു പോകുവാൻ തുടങ്ങി. എന്താ കാര്യമെന്ന് ചോദിച്ച അഡ്വക്കേറ്റ് എസ് ഗോപകുമാറിനെ പോലീസ് മർദ്ദിച്ചെന്നാണ് ആരോപണം. ഏതായാലും അഡ്വക്കേറ്റ് എസ് ഗോപകുമാർ പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. അമേരിക്കയിലെ കോടതിയിൽ ഒരു LP കേസിലെ പ്രതിക്ക് ജാമ്യം എടുത്തിറങ്ങി വരുന്ന വഴി അകാരണമായി കാര്യം പറയാതെ ആ പ്രതിയെ വീണ്ടും പോലീസ് കടന്നു പിടിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ എന്നെ നെഞ്ചത്ത് പിടിച്ച് തള്ളി ചീത്ത വിളിച്ച് താഴെ ഇടുകയും ബോധം കെട്ട് ഞാൻ താഴെ വീഴുകയും തുടർന്ന് എന്നെ കൂടെ ഉണ്ടായിരുന്ന അഭിഭാഷകർ അജ്മൽ ഉൾപ്പെടെയുള്ള അഭിഭാഷകർ എന്നെ പുളിങ്കുന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ഞാൻ ആശുപത്രിയിൽ ചികിത്സ തേടി വരികയും ചെയ്യുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാർച്ച് നടത്തുന്നത് പോലീസുകാരെ ആക്രമിക്കാനോ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനോ ഒന്നുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്ന അഡ്വക്കേറ്റ് ഗോപകുമാർ അദ്ദേഹം രാമങ്കരി കോടതിയിലെത്തുകയും LP കേസിൽ ഒരു പ്രതിക്ക് ജാമ്യം എടുത്തു കൊടുക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തെ മറ്റൊരു കേസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പുളിങ്കുന്ന് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരോട് കാര്യം പറയുമ്പോഴാണ് എസ് ഗോപകുമാർ എന്ന് പറയുന്ന ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ ക്രൂരമായി പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു സമര പരിപാടികൾ. നേതാക്കളായ CV രാജു, അഡ്വക്കേറ്റ് ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ DYSP KN രാജേഷിന്റെ നേതൃത്വത്തിൽ 50-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷന് മുൻപിൽ വടം കെട്ടി മാർച്ച് തടഞ്ഞു. തരിശു കിടന്ന പുരയിടത്തിൽ കനകം വിളയിച്ച് ഗ്രഹനാഥൻ. വീടിനു ചുറ്റും 35 വർഷമായി തരിശു കിടന്ന 70 സെന്റോളം സ്ഥലത്താണ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പത്തിൽച്ചിറയിൽ PA കുഞ്ഞുമോൻ കരനെൽ കൃഷി ചെയ്ത് വിജയം കൊയ്തത്. പോച്ചയും പുല്ലും വളർന്ന പുരയിടം 3 മാസങ്ങൾക്ക് മുമ്പാണ് കുഞ്ഞുമോൻ കൃഷിക്കായി ഒരുക്കിയത്. 3 മാസം മുമ്പ് മണിരത്ന എന്ന ഇളം നെല്ലിന്റെ വിത്തും വിതച്ചു. കൃഷി ഓഫീസർ നീരജയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു പരിചരണങ്ങൾ. കർഷക കൂട്ടായ്മയായ ഫാർമ ക്ലബ് സെക്രട്ടറി ഷാജി ഗ്രാമദീപം, ആന്റോ മാത്യു കളത്തിത്തറ എന്നിവരുടെ സഹായത്തോടെയായിരുന്നു കുഞ്ഞുമോന്റെ കൃഷി. സാറിനേക്കൊക്കെ പോയിരുന്നു, പക്ഷെ അതിന് അദ്ദേഹം വേറെ എന്തോ അത്യാവശ്യത്തിന് പോകുന്ന കാരണം പുള്ളിക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല. ഇനി ഇതുപോലെ പഞ്ചായത്ത് ഒക്കെ ഇടപെട്ടിട്ട് ഇതേപോലെ കൃഷി ചെയ്ത് കുട്ടികളെ കൊണ്ടുവന്ന് ഇവരെയൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സുരക്ഷിതമായ ഭക്ഷണം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളത്. കാരണം ഇത് ഈ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ഡെയിലി 3 നേരം ചോറ് തിന്നുന്നുണ്ട്. ഇത് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നത്, ഏത് രീതി ഉണ്ടാകുന്നു ആരും ഒരു ചിന്തയില്ല. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ, അത് കുഞ്ഞുങ്ങളിൽ നിന്നും വളർത്തിയെടുക്കണം. അതിന് ഈ പറയുന്ന പഞ്ചായത്ത് ഭരണാധികാരികൾ, MLA അതുപോലുള്ള ഈ വരുന്ന ഭരണാധികാരികൾ ഇതിന് മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ കൃഷിയുടെ ഫലമായി ആകെയുള്ള 1 ഏക്കറിലെ 70 സെന്റിൽ ഞാറ് വളർന്ന് കതിരിട്ടു. 90 ദിവസം പിന്നിട്ട് വിളഞ്ഞു പാകമെത്തിയ നെല്ല് ഉത്സവ അന്തരീക്ഷത്തിലാണ് കൊയ്തെടുത്തത്. എച്ചുസലം MLA കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 35 കൊല്ലമായി കൃഷിയില്ലാതെ കിടന്നിരുന്ന കരഭൂമിയാണ്. മുൻപ് നെല്ലും അതുപോലെ എള്ളും എല്ലാം കൃഷി ചെയ്തിരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഉൾപ്പെടെ ഈ ഭൂമിയെല്ലാം അങ്ങനെയുള്ള ഭൂമിയായിരുന്നു. നമ്മളെല്ലാം പരിസര പ്രദേശം തന്നെയാണ്. ഇത്രയും വർഷത്തിന് ശേഷം കൃഷി ഇറക്കാനും ഒരു പുതിയ കാർഷിക സംസ്കാരം ഇവിടെ പറഞ്ഞ പോലെ പുതിയ തലമുറയിലേക്ക് പകരാനും ഒക്കെ കഴിയുന്ന നിലയിലേക്കാണ് പ്രിയപ്പെട്ട കുഞ്ഞുമോൻ നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ സാമൂഹ്യ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. കുഞ്ഞുമോൻ നേതൃത്വം കൊടുത്ത് കുട്ടികളാക്കിയതിൻ്റെ ഭാഗമാക്കി ചേർത്ത് വളരെ വിജയകരമായി 70 സെന്റ് സ്ഥലത്ത് കരകൃഷി ചെയ്തിരിക്കുകയാണ്. ആ കരനെല്ല് അതിൻ്റെ കൊയ്ത്തിപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കുഞ്ഞുമോൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം വളരെ വിജയകരമാണെന്നാണ്. അതിൻ്റെ ജലത്തിൻ്റെ കാര്യം ഉൾപ്പെടെ പ്രകൃതിപരമായി തന്നെ അഡീഷണലായിട്ട് കാര്യമായി ഒന്നും ചെയ്യാതെ തന്നെ മഴയെ തന്നെ ആശ്രയിച്ച് ആ കൃഷി പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കുഞ്ഞുമോൻ പറഞ്ഞൊരു അനുഭവം. നിശ്ചയമായി നമ്മുടെ എല്ലാം പ്രദേശത്ത് അവശേഷിക്കുന്ന കരഭൂമിയിൽ നെല്ലാണെങ്കിലും അല്ലെങ്കിൽ എള്ളാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള കാര്യമാണോ ഒരു ഭൂമിക്ക് പറ്റുന്നത്, ആ ഭൂമിക്ക് കഴിയുന്ന വിളവെടുക്കാൻ അല്ലെങ്കിൽ ആ കൃഷി ഇറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മൂല്യവത്തായ ഒരു സന്ദേശം പകരുക എന്നുള്ളതാണ്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായിരുന്നു. CA സലിം, ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ, കമാലം മാഖിയിൽ, R രജിമോൻ, P ഉണ്ണികൃഷ്ണൻ, സുധാ സുദർശനൻ, ഷിഹാബ് പോളക്കുളം, കാവാലം മാധവൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച്.
സംസ്ഥാന പോലീസ് സംവിധാനം കൊട്ടേഷൻ മാഫിയ ഗ്രൂപ്പുകളായി മാറിയെന്ന് ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക, ADGP MR അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉയർത്തി മാർച്ച് തടഞ്ഞു. ഇരുമ്പ് പാലത്ത് നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡിൽ പിടിച്ചു കുലുക്കുകയും മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. SDPI സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജോർജ് മുണ്ടക്കയം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇവിടെ നിരവധിയായ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ പോലീസ് സംവിധാനമൊക്കെ വളരെ ആവശ്യമുള്ള ഒന്നാണ്. നയിച്ച് തിന്നണമെന്നാണ് ഞങ്ങൾക്ക് ചില പോലീസുകാരോട് പറയാനുള്ളതെങ്കിലും പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഈ രാജ്യം നിലനിർത്താൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഒരു പോലീസ് സംവിധാനം വളരെ അത്യാവശ്യമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി നമ്മൾ തീറ്റിപ്പോറ്റുന്ന ഒരു പോലീസ് സംവിധാനം എങ്ങനെയാണ് ഒരു കൊട്ടേഷൻ മാഫിയ ഗ്രൂപ്പായി മാറുന്നത്? RSSന്റെ അജണ്ടകൾ കൃത്യമായി നടപ്പാക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സംവിധാനം കൊട്ടേഷൻ മാഫിയ ഗ്രൂപ്പുകളായി മാറുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് K. റിയാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി M. സാലിം, ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി നാസർ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. നവജാത ശിശുക്കൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളും ശിശുഹത്യയും വർദ്ധിച്ചു വരുന്ന സാഹചര്യം പൊതുസമൂഹത്തെ ആകെ ആശങ്കപ്പെടുത്തുന്നു. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന 2 സംഭവങ്ങളാണ് അടുത്തിടെ ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. നൊന്ത് പ്രസവിച്ച കുഞ്ഞുമക്കളെ വേണ്ടാത്തവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഇതാ അവരെ സ്വീകരിക്കാൻ അമ്മത്തൊട്ടിലുണ്ട്. ഈ ലോകത്തിന്റെ നന്മകൾ കണ്ടറിഞ്ഞ് അവരും വളരട്ടെ. കുട്ടനാട്ടിലെ തകഴിയിൽ നവജാത ശിശുവിനെ കുഴിച്ചിട്ട സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുമ്പേ എത്തിയ മറ്റൊരു വാർത്ത ഏവരുടെയും മനസ്സുലയ്ക്കുന്നതായിരുന്നു. ചേർത്തല പള്ളിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായത് അമ്മയും അവരുടെ ആൺസുഹൃത്തും. 2 സംഭവങ്ങളും നടന്നിട്ട് അധിക നാളായിട്ടില്ല. ആലപ്പുഴ ജില്ലയുടെ പരിധിയിൽ നടന്ന ഈ കേസുകളിലെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു. അതേസമയം ജില്ലയിൽ നവജാത ശിശുഹത്യകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തെ ആശങ്കയോടെയാണ് പൊതുസമൂഹവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും വീക്ഷിക്കുന്നത്. ശരിക്കും അത് ഒരു നെഗ്ലിജൻസിന്റെ ഭാഗമാണ് അമ്മമാരുടെ ഭാഗത്ത് നിന്ന്. അത് ഗർഭിണിയാകുമ്പോൾ അവർക്ക് അറിയാം അല്ലേ? അപ്പൊ ഈ കുട്ടിയെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം മെഡിക്കൽ സൗകര്യങ്ങളുള്ളൊരു നാടാണ് നമുക്ക് MGP ചെയ്യാൻ. ഇപ്പം തന്നെ അതിന്റെ പീരീഡ് കുറച്ചും കൂടെ സുപ്രീം കോടതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതിന് പകരം ഈ ജീവനുള്ള കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഇത് വളരെ വേദനയുള്ള ഒരു സംഭവമായിട്ട് വേണം കരുതാൻ. അത് ഒരു വേള നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിന് ഇവർക്ക് അതിജീവിക്കാൻ പറ്റാത്ത മാനസിക സാഹചര്യം ഉണ്ടാവാം. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തിന്റെ സംരക്ഷണത്തിനായി 2002 നവംബർ 14 സംസ്ഥാന ശിശുക്ഷേമ സമിതി തുടങ്ങിവെച്ച പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. ആലപ്പുഴ ജില്ലയിൽ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയുടെ മതിലിനോട് ചേർന്നാണ് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ബീച്ചിലേക്കുള്ള റോഡിൽ റെയിൽവേ ക്രോസ് കടന്ന് മുന്നോട്ടു പോകുമ്പോൾ ഇടതുഭാഗത്തായി ഇത് കാണാം. സ്വകാര്യത പൂർണ്ണമായും ഉറപ്പാക്കി ഇവിടെയുള്ള തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്താം. യാതൊരു വിവരങ്ങളും നൽകേണ്ട ഉത്തരവാദിത്തമില്ലാതെ തന്നെ സ്വന്തം വ്യക്തിത്വം പുറത്താക്കാതെ മാതാവിനോ മറ്റുള്ളവർക്കോ ഈ തൊട്ടിലിൽ കുഞ്ഞിനെ കൊണ്ടു കിടത്താൻ സാധിക്കും. ഇങ്ങനെ ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങളുടെ തുടർപരിചരണവും സംരക്ഷണവും ബന്ധപ്പെട്ട വകുപ്പുകൾ ഏറ്റെടുത്ത് ചെയ്യും. ദത്തെടുക്കൽ നിയമപ്രകാരം കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കാത്തിരിക്കുന്ന അനേകം ദമ്പതിമാരുണ്ട്. ഇതിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് കുട്ടികളെ ദത്ത് നൽകുവാനുള്ള സംവിധാനങ്ങളും ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ജില്ലയിൽ നവജാത ശിശുഹത്യകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആൾത്തിരക്ക് അധികമില്ലാത്തിടത്ത് അമ്മത്തൊട്ടിൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇത് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അമ്മത്തൊട്ടിലിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലോട്ടാണ് CWC നീങ്ങുന്നത്. പുതിയൊരു അമ്മത്തൊട്ടിൽ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഒരു അമ്മത്തൊട്ടിലിന്റെ ആവശ്യം നമ്മൾ അതൊരു ആവശ്യമായിട്ട് ഉന്നയിച്ച് നമ്മൾ ആശുപത്രി സൂപ്രണ്ടിനെയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും കണ്ട് അതിന്റെ സ്ഥലം നമ്മൾ കണ്ട് അത് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് അവിടെ ഒരു അമ്മത്തൊട്ടിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി.
കാരണം മെഡിക്കൽ കോളേജിലും ധാരാളം ഡെലിവറികൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു നവജാത ശിശുവും ഉപേക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അതായത് മരണപ്പെടാനൊരു സാഹചര്യം ഇല്ലാതുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഏത് സാഹചര്യത്തിലും ഒരു കുഞ്ഞു ജീവൻ പൊലിയാതിരിക്കണം. നാളെയുടെ വാഗ്ദാനങ്ങളായി ഓരോ കുഞ്ഞുമക്കളും വളർന്നു വരട്ടെ. ആലപ്പുഴ ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ലോക സാക്ഷരതാ ദിനം ആചരിച്ചു. എച്ച് സലാം MLA ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അത് നേടാൻ വേണ്ടി ഒരു മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്. നിശ്ചയമായും ഗവൺമെന്റും അതുപോലെ ജില്ലാ പഞ്ചായത്ത് കുട്ടികളുടെ സ്ഥാപനങ്ങളും സാക്ഷരതാ മിഷനും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദരിക്കുന്നത് തന്നെ ജോലിച്ചേട്ടനെ പരമാവശം ആദരിച്ചത് എൻ്റെ മണ്ഡലത്തിൽ താമസക്കാരൻ കൂടിയാണ്. ജോലിച്ചേട്ടൻ്റെ കൊച്ചുമകൾ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ കൊച്ചുമകൾ 1ാം ക്ലാസ്സിലാണ്. ജോലിച്ചേട്ടൻ ഹയർ സെക്കൻഡറിയാണ്. ഇവിടെ ദമ്പതികൾ ജനറേഷനിടയിൽ ഇവിടെ ആദ്യം പോകാൻ സന്നിഹിതമാണ്. ഡിഗ്രി നേടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നടക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട തകർന്ന ചേച്ചി ആദ്യമുണ്ട്. സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി കോഴ്സിന് ഫീസ് അടച്ച് പഠിക്കുന്ന സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ മുതിർന്ന ഹയർ സെക്കൻഡറി പഠിതാവായ 79-കാരൻ ഗോപിദാസ് സാക്ഷരതാ മിഷൻ ഹയർ സെക്കൻഡറി പഠിതാക്കളായി വിജയിച്ച് ഇപ്പോൾ ഡിഗ്രിക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA സോഷ്യോളജി പഠിക്കുന്ന 64 വയസ്സുള്ള രമേശൻ, ഭാര്യ ലതാ രമേശൻ, മുതിർന്ന വനിതാ ഹയർ സെക്കൻഡറി പഠിതാവ് 74 വയസ്സുള്ള തങ്കമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ് സാക്ഷരതാ ദിന സന്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ CK ഷിബു, സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ കൊച്ചറാണി മാത്യു, അസിസ്റ്റന്റ് കോർഡിനേറ്റർ S. ലേഖ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സ് സ്റ്റേറ്റ് കോൺഫറൻസ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തി. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. Now coming to CGP, I don't have to elaborate much on it. This is the foundation of our medical profession. There's no doubt about it. When we talk about family medicine, when we talk about general practice, that's where everybody grows out. That's where you become a doctor and then later you blossom out into you want to be a specialist, you want to be a super specialist. But very often what happens is when we reach the realm, the higher we go, probably we forget on what the foundation is and doctors might stumble when a patient comes in. So this is an ideal platform for us all to look at a person, to look at a patient holistically. ഉദ്ഘാടന യോഗത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ മനീഷ് നായർ അധ്യക്ഷനായിരുന്നു. നട്ടെല്ല് രോഗങ്ങളുടെ അപഗ്രഥനം, കുട്ടികളിൽ കാണുന്ന അലർജി സംബന്ധമായ രോഗങ്ങൾ, വയറുവേദനയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ സംബന്ധമായ അസുഖങ്ങൾ, ECGയിലെ വ്യതിയാനങ്ങൾ, പലതരം പകർച്ചപ്പനികൾ എന്നിവയെ അടിസ്ഥാനമാക്കി കോൺഫറൻസിൽ ക്ലാസുകളും ചർച്ചകളും സംഘടിപ്പിച്ചിരുന്നു. വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരായ മുഹമ്മദ് അഷ്റഫ്, ശ്രീലത, രാംലാൽ, ദാമോദർ കൃഷ്ണൻ, സാജൻ ആനന്ദ്, തോമസ് മാത്യു തുടങ്ങിയവർ കോൺഫറൻസിന് നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവാഹ മണ്ഡപത്തിൽ മോതിരം കൈമാറി നവദമ്പതികൾ. പാതിരപ്പള്ളി സ്വദേശി മനു, വൈശമ്പാകം സ്വദേശിനി നിത്യ എന്നിവരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വർണ്ണമോതിരം നൽകിയ വധൂവരന്മാർ. പാതിരപ്പള്ളി കൊരാത്തു വീട്ടിൽ KV കമലൻ, രവമ്മ ദമ്പതികളുടെ മകനാണ് KK മനു. വൈശമ്പാകം കളപ്പുരയ്ക്കൽ KR മോഹനൻ, ഷീല ദമ്പതികളുടെ മകളാണ് നിത്യ. അമ്പലപ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ വിവാഹ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ എച്ച് സലാം MLA വധൂവരന്മാരിൽ നിന്നും മോതിരം ഏറ്റുവാങ്ങി. നവദമ്പതികളുടെ രക്ഷാകർത്താക്കൾ KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി, സംസ്ഥാന കമ്മിറ്റി അംഗം V അനിത, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ വരന്റെ സഹോദരൻ K ഉല്ലാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം AG ജയകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നീരേറ്റുപുറം ജനകീയ ജലോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പമ്പ ജലമേള സെപ്റ്റംബർ 15 ഞായറാഴ്ച തിരുവോണ നാളിൽ ഉച്ചയ്ക്ക് 2-ന് നടക്കും. 9 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 40 കളിവള്ളങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1957 ആരംഭിച്ച നീലേശ്വരം പമ്പ ജലമേള 50 വർഷത്തിലധികമായിട്ട് തിരുവോണ നാളിലാണ് നടന്നു വന്നിരുന്നത്. ആ വള്ളംകളി കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് മറ്റ് ഡേറ്റുകളിലേക്കൊക്കെ മാറേണ്ട സാഹചര്യം ഉണ്ടായെങ്കിലും ഈ വർഷം തിരുവോണ നാളായ സെപ്റ്റംബർ 15 തന്നെ നടത്താനായിട്ട് ഗവൺമെന്റ് അനുമതി നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വളരെ വിപുലമായ ക്രമീകരണങ്ങൾ നീലേശ്വരം പമ്പ ജലോത്സവ സമിതി നടത്തിയിട്ടുണ്ട്. 9 ചുണ്ടൻ വള്ളങ്ങളടക്കം 40ഓളം കളിവള്ളങ്ങൾ നീലേശ്വരം ജലമേളയിൽ ഇപ്രാവശ്യം പങ്കെടുക്കുന്നു. ധാരാളം വിദേശ ടൂറിസ്റ്റുകളടക്കം 10,000-കണക്കിന് പേര് ഈ ജലമേള വീക്ഷിക്കാൻ എത്തും എന്നുള്ള രീതിയിൽ വിപുലമായ ക്രമീകരണങ്ങൾ അതിനായിട്ട് നടന്നു വരികയാണ്. വർണ്ണശബളമായ ജലഘോഷയാത്രയോടെ ആരംഭിക്കുന്ന വള്ളംകളിയിൽ വിവിധ ഫ്ലോട്ടുകൾ അണിനിരക്കും. മാസ് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ക്രമീകരണവും നടത്തിക്കഴിഞ്ഞു. മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ്, MP രാജേഷ്, റോഷി അഗസ്റ്റിൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, MP മാർ, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ വർഷത്തെ ജനകീയ ട്രോഫി കരസ്ഥമാക്കിയ തലവടി ചുണ്ടന്റെ ക്യാപ്റ്റൻ ഈ വർഷത്തെ ജലമേളയിൽ വള്ളങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സെപ്റ്റംബർ 10 മുതൽ 14 വരെ നീന്തൽ മത്സരം, ചെറുവള്ളങ്ങളുടെ തുഴച്ചിൽ പരിശീലനം, കയാക്കിംഗ്, കനോയിങ് എന്നീ പരിപാടികൾ വാട്ടർ സ്റ്റേഡിയത്തിലും നടക്കും. ഇതിനാവശ്യമായ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. കലാസാംസ്കാരിക പരിപാടികൾ, അത്തപ്പൂവിടൽ മത്സരം, വഞ്ചിപ്പാട്ട് മത്സരം തുടങ്ങി വിവിധ പരിപാടികളും ഉണ്ടാവും. വള്ളങ്ങളുടെ ജോഡി തിരിച്ചുള്ള നറുക്കെടുപ്പും ക്യാപ്റ്റൻസ് ക്ലിനിക്കും സെപ്റ്റംബർ 10 വൈകിട്ട് 5 മണിക്ക് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ക്രമീകരണങ്ങളും നടന്നുവരുന്നതായി ചെയർമാൻ റജി എബ്രഹാം തൈക്കടവിൽ, ജനറൽ സെക്രട്ടറി പ്രകാശ് പനവേലി, വൈസ് ചെയർമാൻ ബാബു വലിയ വീടൻ, ജനറൽ കൺവീനർമാരായ ബിജു പാലത്തിങ്കൽ, അജിത് കുമാർ പിഷാരത്ത് എന്നിവർ അറിയിച്ചു. മണിമലയാറ്റിൽ നീരേറ്റുപുറം ഭാഗത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 50 വയസ്സിലധികം പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച രാവിലെ 7:30 കാണപ്പെട്ടത്. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് രാമങ്കരി പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,680 രൂപ, പവന് 53,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.